മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബാബു കൂടി നമുക്കൊപ്പമുണ്ട്. ശ്രീ ബാബു, ഈ നിങ്ങൾക്ക് അവിടുത്തെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് നിശ്ചയിച്ചിരുന്നു. ആദ്യം നടത്തേണ്ട കാര്യങ്ങൾ, അവസാന ഘട്ടത്തിലേക്ക് കൊണ്ടുവരുമ്പോഴുള്ള കാര്യങ്ങൾ. ടൗൺഷിപ്പ് പോലെയുള്ള വലിയ പ്രഖ്യാപനങ്ങൾക്ക് അല്പം സമയമെടുക്കും. അതിനു മുമ്പ് ആദ്യഘട്ടത്തിൽ നടന്നു വരേണ്ട കാര്യങ്ങൾ ആ പ്രയോറിറ്റി ലിസ്റ്റ് അനുസരിച്ച് ആ മുൻഗണനാക്രമം പാലിക്കാൻ പിന്നീട് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ജനങ്ങൾ എന്താണ് നിങ്ങളോട് അവിടെ പറയുന്നത്? ഇപ്പോൾ നമുക്ക് സർക്കാർ നിശ്ചയിച്ചു തന്ന പ്രയോറിറ്റി ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വെള്ളം കയറി അവിടെ നിന്ന് 30 മീറ്റർ വരെയുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലിസ്റ്റ് തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അത് കളക്ടറേറ്റിൽ വെച്ചിട്ട് സർവകക്ഷി യോഗത്തിൽ തന്നെ ആ തീരുമാനത്തെ ഏകണ്ഠമായി എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും തള്ളിക്കളയാണ് ഉണ്ടായത്. അതിനുശേഷം കളക്ടർ സർക്കാരിലേക്ക് ആ വിവരങ്ങൾ ധരിപ്പിക്കുകയും സർക്കാരിന് പിന്നീട് ഒരു നിർദ്ദേശം നമുക്ക് വന്നിട്ടില്ല. അപ്പൊ നമ്മൾ പഞ്ചായത്തിന്റെ സ്വന്തം നിലയ്ക്ക് നമ്മളൊരു 50 മീറ്റർ ഒരു ദൂരം വരെയുള്ള ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു. ആ ലിസ്റ്റ് നമ്മൾ പ്രാദേശിക സർവകക്ഷി യോഗത്തിൽ അവതരിപ്പിക്കുകയും 99% അത് പെർഫെക്റ്റാന്ന് പറയുകയും ചെയ്ത ആൾക്കാർ സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി. പിന്നെ കുറച്ച് പേര് അനർഹരായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ ലിസ്റ്റിൽ നിന്ന് വിട്ടുപോയ ഏകദേശം 37 പേരുണ്ട് ഈ 50 മീറ്ററിനകത്ത് വരുമ്പോൾ. അപ്പൊ അവരും കൂടി കൂട്ടിച്ചേർക്കേണ്ട നിർദ്ദേശം കൂടി വെക്കുകയുണ്ടായി. അപ്പൊ അതനുസരിച്ചാണ് നമ്മൾ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നീട് ടൗൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇതുവരെ സർക്കാർ സ്ഥലമെടുപ്പായിട്ട് മുന്നോട്ട് പോയിട്ടില്ല. സംഘടനകളൊക്കെ തന്നെ നമുക്ക് പലർക്കും വീടുകൾ വെച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ സർക്കാർ എത്രയും പെട്ടെന്ന് സ്ഥലം കണ്ടെത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ പല സംഘടനകളും നമ്മളെ സമീപിക്കാറുണ്ട്. കാരണം സ്ഥലം കിട്ടുകയാണെങ്കിൽ വീട് ഞങ്ങൾ വെച്ചു കൊടുക്കാനുണ്ട് വാഗ്ദാനങ്ങളൊക്കെ ആയി വരുന്നുണ്ട്. അപ്പൊ സർക്കാർ എത്രയും പെട്ടെന്ന് ഭൂമി എടുപ്പുമായിട്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ ദുരിതബാധിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, ഈ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതിനപ്പുറത്തേക്ക് അവിടുത്തെ ആളുകളുടെ അതിജീവനം സാധ്യമാകുന്ന സാഹചര്യം ഇപ്പോൾ എത്രമാത്രം ഉണ്ട്? കാരണം വീടുകൾ നഷ്ടപ്പെട്ടവരെ പുതിയ ഇടങ്ങളിലേക്ക് മാറ്റിയിരുന്നല്ലോ. അതിനപ്പുറം മറ്റുള്ളവരുടെ അതിജീവനം അതെങ്ങനെ സാധിക്കുന്നു? നിങ്ങൾക്ക് സർക്കാരിന്റെ റേഷനിങ് സംവിധാനങ്ങൾ അത് ഇപ്പോഴും തുടരുന്നുണ്ടോ? എന്താണ് അവിടുത്തെ അവസ്ഥ? ഇല്ല, സർക്കാർ ഇപ്പൊ നമുക്ക് 9,000 രൂപയാണ് കുടുംബത്തിൽ 2 പേർക്ക് ഒരു സഹായമായിട്ട് കൊടുക്കുന്നത്. അതിപ്പോ കുറച്ച് ഇടയ്ക്ക് നിർത്തി വെക്കുകയും വീണ്ടും ദുരിതബാധിത പ്രക്ഷോഭങ്ങളായിട്ട് മുന്നോട്ട് വന്നപ്പോൾ വീണ്ടും അത് കൊടുക്കാന്നുള്ള തീരുമാനം ഉണ്ടാവുകയും ഇപ്പോൾ കൊടുത്തു തുടങ്ങി. 2-3 ദിവസമായിട്ട് അക്കൗണ്ടിൽ പൈസ കയറി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പൊതുവെ ഇവര് ഒറ്റപ്പെട്ട പല പ്രദേശങ്ങളാണ് താമസിക്കുന്നത്. ജില്ലയുടെ പല ഭാഗത്തായതുകൊണ്ട് തന്നെ അവർക്ക് ആ മേഖലയിൽ അവർ ചെയ്ത തൊഴിൽ നഷ്ടപ്പെടുകയും പോയ പ്രദേശങ്ങൾ അവർക്ക് പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ തൊഴിൽ കിട്ടാൻ പ്രയാസപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പം അത് നിരന്തരമായിട്ട് അവർ നമ്മളെ ശ്രദ്ധപ്പെടുത്താറുണ്ട്. നമ്മളിപ്പോ നിരന്തരം ഈ സർക്കാരിനോടും ആവശ്യപ്പെടാറുണ്ട് എത്രയും പെട്ടെന്ന് പരിഹരിച്ചെങ്കിൽ മാത്രമേ ഇവരെ തിരിച്ച് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂ.